ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെന്ന് നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ സീക്കൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കണില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതില് സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ. ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സാ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ഒക്കെ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി നീ നിന്റെ വീട്ടില്. നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനെ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്. അറിയാന്ന് പറയേ? നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ചാ? അതെ, ഈ ചിക്കനും റമ്മോ ഒക്കെ വാങ്ങിച്ചെന്ന് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാൽ നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കണില്ല, കൈ വെക്കാം. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ച ഇപ്പൊ. ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ്. വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? പ്രേതോ? കള്ളുപിടിച്ചപ്പോ നിനക്ക് മെന്റലായ? ഉറങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിട. കൈവിട. നീ അവിടെ എന്തോന്ന്? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വേണ്ടടാ. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ? പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ
വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? താൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി തന്നെ വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. എന്താ? പ്ലീസ്. ചെല്ല്. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ? ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പുക്കുട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ, പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്, ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ച് വിടാൻ ഒരു മെഴുകി എടുത്ത് എത്തിരടാ. എവിടെ നീ വെച്ചാണ് എഴുതി പെട്ടിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ? ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പോവാടേ. നേരം വിളിക്കുന്നതിന് വിട്ടോളണം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങാ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്.